അരിയേലെ അരിയേലെ ദാവീദ് പാളയമിറങ്ങിയിരുന്ന ആണ്ടോട് ആണ്ട് കൂട്ടുമി ഉത്സവങ്ങൾ മുറയ്ക്ക് വന്നുകൊണ്ടിരിക്കട്ടെ. എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കുവായിപ്പോ ദാവീദ് പാളയമിറങ്ങിയ ഭക്ഷണമാ. ഇപ്പൊ എന്താ ഉത്സവമൊക്കെ വന്നോട്ടെ, ഇപ്പൊ ഞെരുക്കമാ. എങ്ങനെ വന്നു ഞെരുക്കം വായിച്ചേ? എന്നാൽ ഞാൻ അരിയേലിനെ ഞെരുക്കും, ദുഃഖവും വിലാപവും ഉണ്ടാകും. അത് എനിക്ക് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധമാ, പക്ഷേ ഉള്ളിൽ വസിക്കുന്ന ജനത്തിനോ ഞെരുക്കമാ. സ്വാതന്ത്ര്യമില്ല. അടുത്തത്, ഞാൻ നിനക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങി. ദൈവം പാളയമിറങ്ങിയിരിക്കുക യുദ്ധത്തോടു കൂടെ. വാടകോരി നിന്നെ നിരോധിച്ചെന്ന്. നിരോധനമല്ല ഇപ്പൊ കേൾക്കുന്നത്. എവിടെയും പ്രശ്നം. മനുഷ്യനെ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ മേല. കാര്യം എന്താ? എന്താ കാര്യം? ദൈവം ഞെരുക്കുന്ന വിഷയം കൊണ്ടുവരിക. വിദേശ രാജ്യങ്ങളില് നന്മയുള്ളവർ എളിയവരെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ദൈവവചനത്തെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവഹിതത്തെ തുപ്പിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ഉത്സവം ആഘോഷിക്കുമെന്ന ധൈര്യത്തോടെ പല കണക്ക് കൂട്ടലുകളോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം പറയാ, ഞാൻ നിനക്ക് ചുറ്റും വാട കോരാൻ പോകുകയാണ്, നിന്നെ ഞാൻ നിരോധിക്കാൻ പോകുകയാണ്, നിന്നെ ഞാൻ ഞെരുക്കാൻ പോകുകയാണ്. അടുത്തത് വായിക്കേ. വാടകോരി നിന്നെ നിരോധിക്കുകയും നിന്റെ നേരെ കൊത്തളം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നീ താണ നിലത്ത് നിന്ന് സംസാരിക്കും. ഇനിയെങ്കിലും നിനക്കൊന്നും താഴാമോ? ദൈവവചനം വിധിക്കുന്നവരെ, പറയുന്നവരെ, ദൈവവചനത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവരെ നീ കുറ്റം വിധിക്കാതെ നീ ഒന്നും നിലത്തേക്കൊന്ന് താഴെ. നീ പൊടിയിൽ നിന്ന് സംസാരിക്ക. ഞങ്ങളൊക്കെ ഉയർച്ചയിൽ നിൽക്കുന്നവർ, ഞങ്ങളൊക്കെ വലിയ ജോലികൾ ഉള്ളവർ, ഞങ്ങളോട് എന്തിന് ഈ വചനമെന്ന് ചോദിച്ചു നിൽക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവ് പറയാ, നീ നിലത്ത് നിന്നൊന്നും സംസാരിക്കും, നീ ഒന്ന് താഴെ. വായിച്ചേ. നിന്റെ വാക്ക് പൊഴിയിൽ നിന്ന് പതുക്കെ വരും. വെളിച്ചപ്പാടിന്റെ പോലെ നിന്റെ ഒച്ച നിലത്ത് നിന്ന് വരും. നിന്റെ വാക്ക് പൊടിയിൽ നിന്ന് ചിലയ്ക്കും. അടുത്തത്, നിന്റെ ശത്രുക്കളുടെ സംഘം നേരിയ പൊടി പോലെയും നിഷ്കണ്ടന്മാരുടെ കൂട്ടം മാറിപ്പോകുന്ന പതിർ പോലെയും ഇരിക്കും. അടുത്തത്, അതൊരു ക്ഷണം മാത്രം കൊണ്ട് പെട്ടെന്ന് സംഭവിക്കും. അടുത്തത്, ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയുമായി സൈന്യങ്ങളുടെ യഹോവയാൽ സന്ദർശിക്കപ്പെടും. കണ്ടോ, ദൈവത്തിന്റെ സന്ദർശനം വന്നിട്ട് നിലത്തോട്ട് താഴാൻ മനസ്സില്ല, ദൈവവചനം അനുസരിക്കാൻ മനസ്സില്ല, ദൈവശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ല. ദൈവഹിതം ചെയ്യുന്നവരെ ആട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവഹിതത്തിനു വേണ്ടി എഴുന്നേറ്റവരെ നിഷേധിച്ച്, അവരെ നിന്ദിച്ച്, അവരെ പരസ്യക്കോലമാക്കി, അവരെ അപഹസിച്ചുകൊണ്ട് പോകുന്ന ജനമേ, നിലത്ത് നിന്ന് നിന്റെ ശബ്ദം ഒന്ന് പൊങ്ങട്ടെ. കെടുതി അയച്ചിട്ടും ഭയമില്ല. ദൈവം കെടുതി അയച്ചിട്ടും ഭയമില്ല. എന്താണ്? കുടുംബത്തിനകത്ത് കയറിയിരുന്ന് ഭയപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? സത്യമായവൻ വിശുദ്ധിയുള്ള വചനം പറഞ്ഞ് സത്യത്തെ വെളിപ്പെടുത്തുന്നതോറും ഒച്ചു വലിഞ്ഞകത്തോട്ട് കയറുന്നത് പോലെ, കൊക്കായിൽ ഇരിക്കുന്ന പുഴു അത് ഉള്ളിലേക്ക് വലിയുന്നത് പോലെ ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇതിന് നേരമില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണ്ട, ഞങ്ങൾക്ക് കൂട്ടായ്മ വേണ്ട. അല്പം സമയം കിട്ടുകയാണെങ്കിൽ ഇച്ചിരി നേരം ഞങ്ങൾ സൂമിൽ വേണേ ഇരുന്നോളാം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ TV ഉണ്ടെന്ന്, 5-6 സീരിയൽ ഉണ്ടെന്ന്, ഞങ്ങൾ അതൊക്കെ കണ്ടൊന്ന് സന്തോഷിച്ചോട്ടെ, ഉത്സവത്തിനൊന്ന് കൂടിക്കോട്ടെ, ഘോഷങ്ങൾക്ക് ഞങ്ങൾ പോയിക്കോട്ടെ. ഇതൊക്കെ നേരമുള്ളവർക്ക് കൊടുത്തേര്. ഇന്ന് പകലിൽ പറയട്ടെ, ഭയപ്പെടുത്തുക ദൈവം. ഇങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ എന്ത് ചെയ്യും? ദൈവം ഒന്ന് വിളിച്ചു വിളിക്കുന്ന കേട്ടോ. നമ്മുടെ ഒന്നും പോകത്തില്ലെന്നാ കാണാനാ. നമ്മളിത് തട്ടി ദൂരെ കളഞ്ഞോ? നമ്മുടെ ഒന്നും പോകത്തില്ല. ഹല്ലേലൂയ. പറയുന്നവരെ പഴിച്ചും പകച്ചും ദൂഷിച്ചും
നിന്ദിച്ചും ആട്ടിക്കളഞ്ഞും തുച്ഛീകരിച്ചും ആമേൻ അടിച്ചോടിച്ചും ആമേൻ സാമ്പത്തികത്തിന് വേണ്ടി ഓടി നടക്കുന്നെന്ന് പറഞ്ഞും ഫലിപ്പിച്ചും ആമേൻ വാതിലുകളെ അടച്ചും ആമേൻ കോപിച്ചും ക്രോധം കാണിച്ചും ആമേൻ പുകച്ചുകൊണ്ട് നടക്കുന്ന ചില അമ്മച്ചിമാരും ചില അപ്പച്ചന്മാരും ചില ഉദ്യോഗാർത്ഥികളും ഒക്കെ അകത്തിരുന്ന് വിറച്ചോണ്ടിരിക്കുക. കാരണം എന്നാ കാരണം 5 6 ഒക്കെ പുറത്ത് കിടക്കുക. സ്തോത്രം സ്തോത്രം 5 6 ഒക്കെ പുറത്ത് കിടക്കുക. സ്തോത്രം സ്തോത്രം പുറത്തിറങ്ങാൻ വയ്യെന്ന്. ആമേ നിന്റെ ഇപ്പോഴുള്ള ഭയം നീ ദൈവവചനത്തോട് കാണിച്ചിരുന്നെങ്കിലോ, ദൈവഹിതത്തിന് വേണ്ടി ഒരു നിമിഷം നിന്നെ ഒന്ന് ചായച്ചു കൊടുത്തിരുന്നെങ്കിലോ, ദൈവവാസയ്ക്ക് വേണ്ടി നീ ഒന്ന് നിന്ന് കേട്ടിരുന്നെങ്കിലോ. ഇല്ല, നിനക്ക് സുഖിച്ച് മുളച്ച് മതിക്കുവാനുള്ള എല്ലാ കാര്യവും ഉണ്ട്. അരിയേലേ അരിയേലേ ദാവീദ് പാളയം ഇറങ്ങിയ നഗരമേ എന്ന് പറഞ്ഞ എന്നാ? അവേ ദാവീദ് ദൈവത്തിന്റെ പ്രിയനാ. ദാവീദ് പോലും ഉണ്ടായിരുന്ന രാജ്യത്ത് അവൻ പാളയം ഇറങ്ങിയിരിക്കുന്ന ഇപ്പോ നിരോധനമാണ്. തടസ്സം, അവേ വേദന, അലട്ടല്, സങ്കടങ്ങള്, ദുരിതങ്ങള്, സ്വാതന്ത്ര്യമില്ലായ്മ, ഞെരുക്കം. കർത്താവിന് അറിയാമേ, ഒത്തിരി പാപം ചെയ്ത് ദൈവത്തിന്റെ സത്യം ധിക്കരിക്കുമ്പോ അങ്ങനെയുള്ളവർക്കെല്ലാം ഇതെല്ലാം കൊടുക്കും. സ്തോത്രം സ്തോത്രം. ഒത്തിരി പാപം ചെയ്തിട്ടാണ്. ഇനി ഫോണിൽ ഇത് കാണുമ്പോ വേണ്ട, ഇത് കാണുമ്പോ ഈ പെണ്ണുപിള്ളക്ക് വേറെ ജോലിയില്ലേ? സ്തോത്രം. ഇവരുടെ ഒരു അലർച്ച. സ്തോത്രം. ഇതാ ഇങ്ങനെയുള്ളവർ ഇതെടുക്കാൻ പോകും. ഇപ്പൊ കാണും സമയം. എന്താ പറയുന്നതെന്നൊന്ന് നോക്കട്ടെ. എന്താ പറയുന്നതെന്ന് നോക്കട്ടെ. വസ്ത്രമില്ലാത്ത നഗ്നത കാണാൻ ഇഷ്ടംപോലെ നേരം എടുക്കും. വചനം പറയുന്നവരെ കാണുമ്പോ വേറെ ജോലിയില്ല, നേരം വെളുക്കുമ്പോ ഇറങ്ങും. ഇതിനെയൊക്കെ ഇതിൽ ആക്കുന്നവരെ വേണം പറയാൻ. പാട്ടിനും ആട്ടിനും ആട്ടത്തിനും അയ്യോ ചിലര് പാടി ഫലിപ്പിക്കുന്നതാണ് ക്രിസ്തീയ പാട്ടെന്നും പറഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട്. സ്തോത്രം സ്തോത്രം. ചിത്രം പാടുമ്പോഴത്തേക്ക് ഈ വലിവ് ഇങ്ങനെ കാണിക്കും. നമ്മളാ സ്വരം എടുക്കുന്നതാ. ചിലത് നിന്നിട്ട് എന്തെല്ലാം ആക്റ്റാണ് ഇത് തുറന്നാൽ ക്രിസ്ത്യാനി എന്നുള്ള നാമത്തില്, പെന്തിക്കോസുകാരി എന്നുള്ള നാമത്തില് മാറി മാറി വസ്ത്രം മാറ്റി, മുടിയുടെ ഷേപ്പ് മാറ്റി, തലയുടെ ഷേപ്പ് മാറ്റി, ആമേ വസ്ത്രത്തിന്റെ ഭംഗിയൊക്കെ മറ്റു പലതരത്തിലും ആക്കി എന്തെല്ലാം കളിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. യഥാർത്ഥമായി ദൈവഭയത്തോടെ വചനം പ്രാപിച്ചവർ വിളിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ ഇഷ്ടമില്ലെന്ന്. പ്രത്യേകിച്ച് ചിലര് ഇതൊക്കെ കാണിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ലൈക്ക് അടിച്ച് കയറ്റി കൊടുക്കുക. ആടിക്കോടി ആടിക്കോടി കിടന്ന്. ഇതിനൊക്കെ ഞങ്ങളുണ്ട് കൂട്ടത്തിൽ. കാരണം കാമ്പായത് വല്ലതും അവളിൽ നിന്നുണ്ടോ? ഇല്ല. ഈ ആറ്റ ഈ ഇത് സ്തോത്രം ഇതിനല്ല ദൈവം വിളിച്ചത്. ആണോ? അല്ല. ആമേ ആമേ. നിന്റെ ആവശ്യം എന്താ? നിന്നെ അലട്ടുന്ന അനുഭവം എന്ത്? നിന്റെ ആഗ്രഹം എന്ത്? ആമേ. നീ നാളുകളായി വരൾച്ചയിൽ ശൂന്യതയിൽ സകലരും നിന്നെ അന്യപ്പെടുത്തി അറ്റകൈക്ക് അകലം വിടിവിച്ച് നിനക്കാരെ പോലും കൈനീട്ടുവാൻ കഴിവില്ലാത്ത വ്യക്തിയെന്ന് കണ്ടുകൊണ്ട് നിന്നെ അടിമയാക്കുവാൻ, നിന്നെ ആമേ ഒറ്റപ്പെടുത്തി അനാഥത്വത്തിലാക്കി അധോഗതിയിലാക്കി ആമേ നിനക്ക് മുൻപിൽ വരുവാൻ നിവർത്തിയില്ലാത്ത വിധത്തിൽ നിന്നെ അടച്ചൊതുക്കിയ വമ്പന്മാർ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ വന്നത് നിന്റെ നിലവിളി കണ്ടുകൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ